ഈ ഇനാഗുറേഷൻ എന്നുള്ളൊരു സംഭവം ഹണി റോസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഹണി റോസ് എന്ന് പറഞ്ഞൊരു പേഴ്സണെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഇനാഗുറേഷൻസ് ചെയ്യാനായിട്ട് വരുന്നു. അതിൽ ചില ആളുകളെങ്കിലും സ്വന്തം ബോഡി മനഃപൂർവ്വം പ്രൊജക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു പേഴ്സണൽ കാര്യമല്ലേ, എനിക്കതിനെ എങ്ങനെ കമന്റ് പറയാൻ പറ്റും? ഇപ്പം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാനല്ലേ വഴിയുള്ളൂ. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ട് പ്രൂഫോ എവിഡൻസോ ഒന്നും ഇല്ലല്ലോ. അത് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ ആംഗിളിന്റെ പ്രശ്നമായിരിക്കാം, എന്തുമായിരിക്കാം. അപ്പൊ നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതൊരു ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. അപ്പൊ അതിലൊരു ക്ലാരിറ്റി വരുമല്ലോ, ആ പ്രശ്നം അവിടെ തീർന്നല്ലോ. ഈ ആംഗിൾസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ചില ആളുകളൊക്കെ ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ പോലും ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ പറയാം എൻ്റെ ഈ സൈഡാണ് നല്ലത്, എൻ്റെ ഈ സൈഡാണ് നല്ലത്. അപ്പൊ അങ്ങനെ വരെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പൊ നിങ്ങൾ ഒരു സദസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് പല ആംഗിളിൽ നിന്ന്, ടോപ്പ് ആംഗിളിൽ നിന്ന്, ഭയങ്കര ലോ ആംഗിളിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അത് ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്തായാലും കണ്ണാടിയുടെ മുമ്പിൽ നോക്കി എനിക്ക് കംഫർട്ട്, പേഴ്സണൽ കംഫർട്ട് എന്നുള്ള ഒരു സാധനമുണ്ട് എന്ത് വസ്ത്രം ധരിക്കുമ്പോഴും. അത് ഉറപ്പാക്കിയിട്ടായിരിക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും നമ്മൾ ആ ഫംഗ്ഷന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് എടുക്കുന്നു എന്ന് പോലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. കാരണം നമ്മൾ ആ ഒരു ഗസ്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ചെല്ലുന്നതാണ്. മിക്കവാറും ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ ക്യാമറ അവിടെ നിൽക്കുന്നത് പോലും നമ്മൾ ഫോൺ അവിടെ ഉണ്ടാവുന്നത് പോലും നമ്മൾ അറിയണം എന്നില്ല. അപ്പം ആംഗിള് അവര് ഡെഫിനറ്റ്ലി ഇതിന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ്, ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു റവന്യൂ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ വീഡിയോസ് ഇങ്ങനെ വൈറൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ മാന്യമായി വന്ന് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, അങ്ങനെ എപ്പോഴും മീൻസ് നമ്മളെല്ലാവരും ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോശം മാത്രമാണ് പറയാറ് ആംഗിൾസിന്റെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ലതായിട്ട് വീഡിയോ എടുത്ത് നല്ല വീഡിയോ സ്ഥിരമായിട്ട് ഫോട്ടോകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടുമാണ് ആ ഒരു കാര്യം. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ മോശം നമ്മൾ പറയുന്ന, മോശം ചെയ്യുന്നിടത്ത് നമ്മൾ മോശം പറയുന്നു എന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നല്ലത് കാണുമ്പോൾ നല്ലതും പറയണമല്ലോ. എക്സാക്ട്ലി ഇത് രണ്ടും ഉണ്ട് അവിടെ. ജോയിച്ചേട്ടൻ നെല്ലിയാമ്പതി നല്ലോണം എക്സ്പ്ലോർ ചെയ്തോ നിങ്ങള്? അതിനുള്ള ഭാഗ്യം ജോയിച്ചേട്ടൻ കിട്ടിയില്ല. കൊല്ലംകോടും അടിപൊളി, കൊല്ലംകോട് ബ്യൂട്ടിഫുൾ പ്ലേസ്. അയ്യോ എന്ത് രസമാണ്. ആൻഡ് അത് മാത്രല്ല, കൊല്ലംകോട് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ നമ്മള് കേട്ടേക്കുന്ന പ്രേത കഥകള്, ഒരു ആൽമരം ഉണ്ടാവും, അങ്ങനെ അത് ഒത്തിരി പണ്ട് കേട്ടേക്കുന്ന കഥകളൊക്കെ എനിക്ക് തോന്നുന്നു അവിടുന്ന് ഉത്ഭവിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും അത് വിശ്വസിക്കുകയും നല്ല ഭംഗിയുള്ള വീടുകള്. ഒരു 10-10:30 ചന്തുന്റെ കൂടെ നമ്മൾ തിരിച്ചു നിങ്ങളൊരു റൂമിലൊരു പ്രശ്നമില്ലായിരുന്നോ? അവിടെ ഒരു പ്രേതം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഇല്ല, പറയാൻ പറ്റില്ല. അത് ആളുടെ അനുവാദം ഇല്ലാണ്ട് പറയാൻ പറ്റില്ല. മോശം. അങ്ങനെയാണ്. പ്രേതത്തിന്റെ പ്രേതത്തിനെ കണ്ട ആളുടെ അനുവാദം ഇല്ലാണ്ട് പറയാൻ പറ്റില്ല. അതെ, ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനാണ് ആ റൂമിൽ കിടക്കുക. അതായത് ഞങ്ങളുടെ അതായത് ഞങ്ങൾ പല ഹോട്ടലുകളിൽ താമസമുണ്ട്. അതിലൊരു ഹോട്ടല്, പേര് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് പേര് പറയുന്നില്ല. ആ ഹോട്ടലില് ഒരു റൂമില് ഭയങ്കരമായ പ്രേതശല്യം എന്ന് വെച്ചാൽ പാലക്കാട്. പ്രേതശല്യം. അപ്പൊ ഈ റൂമിൽ ആരും കിടക്കാൻ തയ്യാറാവുന്നില്ല. ബൈച്ചേട്ടൻ ആദ്യം കിടന്നു. ബൈച്ചേട്ടന് പിന്നെ പേടി തോന്നി. ബൈച്ചേട്ടൻ റൂം മാറണമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ റൂം ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞു ഞാനെന്ന് അവിടെ കിടന്നോളാം. റൂമാ ഞാൻ 10 ദിവസം നിന്ന റൂമാ അത്. അവിടെയാണ് ഇവര് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ എടുത്ത് പറഞ്ഞു ഈ റൂം ആരും യൂസ് ചെയ്യുന്നില്ല, ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ആ റൂമിലേക്ക് തന്നെ വന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഈ ഹോട്ടലിന്റെ സൈഡില് മറ്റേ മരപ്പട്ടി പോവും. അപ്പൊ അതിന്റെ രാത്രി ശബ്ദം, ഭയങ്കര ശബ്ദം, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ജനലിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോ നമുക്കൊരു പേടി വരും. ഒരു പെട്ടെന്ന് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ തോന്നുന്നതാണ്. പിന്നെ എല്ലാ ഹോസ്റ്റലിലും കാണുമല്ലോ ഈ മറ്റേ ഇല്ലാത്ത പ്രേതത്തിനെ
കഥ ഉണ്ടാക്കുന്ന ഒരാള്. അതിന് മെയിൻ ആളാണ് ചന്തു. ആ ഒരാള്. ഇല്ലല്ല ഞാൻ ആ റൂമിൽ കിടന്ന സൗണ്ട് വല്ലതും കേട്ടോ? ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10 ദിവസം നിന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നിട്ട് നിന്നു. ജോയിച്ചേട്ടൻ എന്തോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ സൗണ്ട് കേട്ടു രാത്രി ഇങ്ങനെ കൊടുക്കുന്ന ആ സൗണ്ടുകളൊക്കെ കേട്ടു. പിന്നെ അതൊക്കെ പിന്നെ റൂം മാറി. പ്രേതങ്ങൾക്ക് നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല. പ്രേതം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളില്ലെന്ന് ചിന്തിക്കുന്നു, ഇനി ഉണ്ടെന്ന് വിചാരിക്കുക. പ്രേതങ്ങൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല, പേടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ പേടിക്കാൻ തയ്യാറല്ലെങ്കിലോ പ്രേതം ഇതായി പോകത്തുള്ളൂ. എന്ന് പറയുന്നത് നമ്മള് പേടിച്ചില്ല, സൗണ്ട് കേട്ടു. ഈ പ്രേതമാണോ മരപ്പെട്ടിയാണോ എന്ന് അറിയത്തില്ല. രസമായിരുന്നു. ഇനി ആ റൂമിൽ നിൽക്കുവോ? അല്ല കുഴപ്പമില്ല, ഞാൻ ആ റൂമിലും കിടക്കുമായിരുന്നു. ആരും എടുക്കുന്നില്ല എന്നാ ഞാനവിടെ കിടന്നോളാം, ഞാനവിടെ കിടക്കുമായിരുന്നു. ഈ കസിൻസ് ഒക്കെ ഒരുമിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മെയിൻലി എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരാൾ, ആ ഒരാളാണോ ഈ ഒരാൾ? എനിക്ക് ഒരു പ്രാവശ്യം ഓർമ്മയുള്ളത്, ഈ പ്രേതക്കഥ ഇങ്ങനെ വന്നു തുടങ്ങിയുള്ളൂ. മൊത്തത്തില് എല്ലാവർക്കും അറിയില്ലെങ്കിലും ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ട് ഹോട്ടലിൽ പ്രേതമുണ്ട്, ഹോട്ടലിൽ പ്രേതമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനും ചന്തുവും തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. കാറിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ചന്തുവിനോട് നീ അറിഞ്ഞ അങ്ങനെ ഒരു സാധനം? അപ്പത്തേക്കും ചന്തു വേറെ എവിടെ നിൽക്കോ കേട്ട് എന്തൊക്കെയൊക്കെയോ പ്രേതകഥകളൊക്കെ കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞ് എനിക്ക് മൊത്തത്തിൽ അന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്കിപ്പോ മനസ്സിലായി. പിന്നെ ചന്തു കുറച്ച് നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് കഥ പറഞ്ഞത്. അലമാരി അനങ്ങി എന്നൊക്കെ അത് കഥ പറയുമ്പോ അതിന്റേതായ ഒരു രീതിയിൽ കഥ പറയുമ്പോ പ്രസന്റ് ചെയ്യുമ്പോ അതിനൊരു ഇമ്പാക്ട് വേണം. അപ്പൊ അതിനനുസരിച്ച്. പക്ഷെ കൊറേ വേറെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. അത് ആ പ്രേതത്തിനെ കണ്ടിട്ട് വെളുപ്പിനെയൊക്കെ ആൾക്കാര് വെളുപ്പിന് വരുമ്പോ അല്ല ആ റൂമില് താമസിച്ചിട്ട് ഒരാള് വെളുപ്പിന് റിസപ്ഷനിൽ ഇരിക്കുക. വെളുപ്പിന് അത് രാത്രി ഉറങ്ങിയിട്ടില്ല. ഇല്ല അത് എല്ലാവരും അങ്ങനെയാ ഞാൻ റൂമിലേക്ക് മാറുന്നേ. ആ റൂമിലേക്ക് എന്റെ റൂം കൊടുത്തു, ഞാൻ ആ റൂമിലേക്ക് മാറി. എല്ലാവരും ഇല്ല ബൈച്ചേട്ടനാണ് ആദ്യം റൂമില്. ബൈച്ചേട്ടൻ ആദ്യം കാണുന്നത് പ്രേതത്തിനെ, പിന്നെയാണ് ചോദിച്ചേട്ടൻ കാണുന്നത്. ചോദിച്ചേട്ടൻ കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ആ റൂമിലേക്ക് ചെല്ലുന്നത്. ജോയിച്ചേട്ടൻ ആ ട്രോമയെന്ന് മാറിയില്ലെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞപ്പോഴേ സീറ്റിൽ നിന്നൊക്കെ ഇല്ല ശരിക്കും അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആ റൂമിലായിരുന്നു. സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ചിലരെ പിടിക്കില്ല എന്ന് തോന്നുന്നു. ആണല്ലേ? എനിക്ക് യോഗമില്ല. പിന്നെ ഞങ്ങള് കഥ പൊലിപ്പിച്ച് അവിടുത്തെ റൂം സർവീസിന് നിൽക്കുന്ന ചേച്ചിമാരെല്ലാം പേടിച്ചു പോയി. ഹണിക്ക് പേടിയുണ്ടോ? എനിക്കങ്ങനെ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് പക്ഷെ അത് കഥ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിന് പറ്റിയ ഒരു സ്ഥലമായിരുന്നു. അല്ല എന്റെ അടുത്ത് പറഞ്ഞത് അമ്മ അറിയരുതെന്ന് പറഞ്ഞത്, നമുക്ക് പേടിയാന്ന് പറഞ്ഞായിരുന്നു ആ സമയത്ത്. എന്തോ പറഞ്ഞായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എന്റെ ഒരു മെയിൻ ഹോബിയാണ് ഈ നമ്മൾ ഫേമസ് ആയിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് പോയി കാണുക. സ്ഥലങ്ങൾ പോയി കാണാം. അവിടെ ബോഡിയൊന്നും ഇല്ലല്ലോ, പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, നടന്ന സ്ഥലങ്ങളല്ലേ. അപ്പൊ ഈ പിന്നെ എന്റെ പ്രേത കഥകൾ എല്ലാവരുടെയും ഞാൻ എക്സ്പീരിയൻസ് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേത എക്സ്പീരിയൻസ് ഉണ്ടോ? യെസ്, അത് കേൾക്കുന്നത് കഥ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടി സൈലന്റ് ആയിട്ടിരുന്ന ആള് പ്രേതം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ പോയി കണ്ടൊരു സ്ഥലം ഏതാ? ഞാൻ നമ്മുടെ ജിഷയുടെ അവിടെ പോയിട്ടുണ്ട്, പെരുമ്പാവൂര്. പിന്നെ നമ്മുടെ നരബലി നടത്തിയ വീടുണ്ടല്ലോ, അവിടെ പോയോ? അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോ ഒന്നും പ്രൂവ് ചെയ്തു. കൊലപാതകം ഒരു ലഹരിയാക്കി. ലഹരിയല്ല, പക്ഷെ അതൊരു ഒരു സ്റ്റോറി അല്ലേ, എങ്ങനെ സംഭവിച്ചു എന്തെന്നൊക്കെയുള്ള. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകാറുണ്ട്. പ്രേതം മറ്റേ നമ്മുടെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ടാവും. അതെല്ലാം ഇരുന്ന് അതാണ് അത് കേട്ടിട്ട് കിടന്നുറങ്ങാണ് എന്റെ മെയിൻ ഹോബി. മറ്റേ കേദൽ ജിംസിന്റെ ഒത്തിരി ഉണ്ട്. അപ്പൊ അത് പിന്നെ നെറ്റ്ഫ്ലിക്സിൽ കുറെ ഇതുണ്ട്, ഡോക്യുമെന്ററീസ് ഉണ്ട് ഇതിന്റെയൊക്കെ. നല്ലൊരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു മൂവിക്ക് വെയിറ്റിംഗ് ആണോ? ഇതങ്ങനെ ഒരെണ്ണമാണല്ലോ. യെസ്, റേച്ചൽ അത് അങ്ങനെയാണ്. ഒരു യൂട്യൂബർ ഉണ്ട് പ്രേതക്കഥ പറയുന്ന. നമ്മുടെ എം ലൈഫിലെ ഒരു ചേട്ടനുണ്ട്. പിന്നെ എനിക്കൊരു അഫ്ലു എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. പിന്നെ വേറൊരു എന്തായിരുന്നു കോഴിക്കോടുള്ള ഒരാള്, ബേപ്പൂർ സുൽത്താൻ അത് ഭയങ്കര അടിപൊളിയാ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ. പ്രേതത്തിന്റെയും കുറെ കോൺസ്പിറസി തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടിയൊക്കെ. അതിൽ പ്രേതത്തിന്റെ ഒക്കെ പറയുന്നത് ഭയങ്കര രസമാണ്.
സൗണ്ട് ട്രാക്ക് ഒക്കെ എഫക്ട്സ് ഒക്കെ ചേർത്തിട്ടാ അവിടെ രാത്രിയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഒന്ന് കേട്ടു അറിയാതെ പോലും എന്തേലും വരാതിരുന്നാ മതിയായിരുന്നു. ഈ ലളിതാമ്മ പറഞ്ഞ ചില പ്രേതകഥകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ AI വെച്ചിട്ട് ചെയ്യുന്ന കുറെ വീഡിയോസ് ഒക്കെ മറ്റേ അത് ഒരിക്കലും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. ലളിതാമ്മയുടെ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരി പറഞ്ഞാൽ പേടിക്കും. അതെ. ഏത് പേടിക്കാത്തവനാണെങ്കിലും പേടിക്കും. അത് മറ്റേ ആ ഒരു ആഡം ജോണില് കർത്തച്ഛന് പരിപാടിയൊക്കെ പറയാൻ അതൊക്കെ ഈ പറഞ്ഞ പോലെ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസം. അപ്പൊ എന്തായാലും നമ്മുടെ റേച്ചൽ ഒരു ക്രൈം ത്രില്ലർ അല്ലെ, ഹണീനെ നമുക്ക് വേറൊരു മോഡിൽ കാണാൻ പറ്റും. പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമുക്ക് ഇച്ചിരി പഴയ കാലമാണോ കാണിക്കുന്നത്? ഒരു 70s എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ കാണിച്ചേക്കുന്നത്. കുറെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമല്ലോ നമ്മള്. തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്ന രീതി, ഭാഷ സംസാരിക്കുന്ന രീതി, അതെ അതെ അതെ, അത് ഏറ്റവും അവര് ആ ഒരു കാലഘട്ടം സംസാരിക്കുന്നു. പിന്നെ ഒരു അച്ചടി ഭാഷയിലൊന്നും അല്ല, സാധാരണ ഒരു സിനിമയിൽ കാണുന്ന രീതിയിലല്ല, ഭയങ്കര അല്ലെ നാച്ചുറൽ ആയിട്ട് ഒതന്റിക് ആയിട്ട് സംസാരിക്കണമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് വെറുതെ സംസാരിപ്പിക്കും. ഇപ്പൊ ഒരു സീനൊക്കെ തന്നിട്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ടും നോർമൽ ആയിട്ടും നമുക്ക് ഒരു രീതിയിലുള്ള ആർട്ടിഫിഷ്യാലിറ്റിയും വരാതെ രീതിയിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ മൂവി. അത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മൾ യൂഷ്വലി ഒരു ചെയ്യുന്ന ഒരു സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാം.